Hi students. So in this session data structures and algorithm enna subject single source shortest path problem. Last previous two videos single source shortest path problem Dijkstra's algorithm aanu adinte problem nammal discuss cheyidittundaayirunnu. So adinte algorithm namukku ivide discuss cheyyam. Okay. So endana single source shortest path problem. So given a graph, ഒരു ഗ്രാഫിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെറ്റ് ഓഫ് വെർട്ടക്സസ് ആൻഡ് എഡ്ജസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ വെർട്ടെക്സ് സെറ്റും ഉണ്ടായിരിക്കും, എഡ്ജ് സെറ്റും ഉണ്ടായിരിക്കും. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം ഗിവൺ സോഴ്സ് വെർട്ടെക്സ് എസ് ടു ഈച്ച് വെർട്ടെക്സ് വി. അപ്പോൾ ഒരു സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ഓൾ അതർ വെർട്ടേഴ്സസിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിനു വേണ്ടി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഡിക്സ്ട്രാസ് അൽഗോരിതം ആൻഡ് ബെൽമാൻ-ഫോർഡ് അൽഗോരിതം for solving single source shortest path problem. Dijkstra's algorithm solves single source shortest path problem on a weighted directed graph for the case in which all edge weights are non-negative. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്രാഫ് വെയ്റ്റഡ് ആയിരിക്കണം, ഡയറക്റ്റഡ് ആയിരിക്കണം, ഗ്രാഫിൻ്റെ എഡ്ജ് വെയ്റ്റ്സ് നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ഡിക്സ്ട്രാസ് അൽഗോരിതം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഗ്രാഫിനകത്ത് നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഡിക്സ്ട്രാസ് അൽഗോരിതം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ സോഴ്സ് വെർട്ടെക്സ് ഓർ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഈസ് ഓൾറെഡി ഗിവൺ. ക്വസ്റ്റനിൽ ഓൾറെഡി നിങ്ങൾക്ക് സോഴ്സ് വെർട്ടെക്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം ദ സോഴ്സ് വെർട്ടെക്സ് ടു ഓൾ അതർ വെർട്ടിസസ്. സോ ആ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ബാക്കി ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. The algorithm repeatedly select the vertex u with the minimum shortest path estimate and add u to s and relaxes all edges leaving u. സോ ഈ അൽഗോരിതം ഡിക്സ്ട്രാസ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മൾ ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഓൾറെഡി രണ്ട് പ്രോബ്ലംസ് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് പ്രൊസീജിയർ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. സോ റിപ്പീറ്റഡ്ലി നമ്മൾ എന്താ ചെയ്യാം, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്ന വെർട്ടെക്സ് സെലക്ട് ചെയ്യും. ഓക്കെ. സോ ആ സെലക്ട് ചെയ്യുന്ന വെർട്ടെക്സ്, ഇപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് യു എന്നുള്ള വെർട്ടെക്സ് ആണ്. ആ സെലക്ട് ചെയ്യുന്ന വെർട്ടെക്സ് നമ്മൾ സൊല്യൂഷൻ സെറ്റ്, എസ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ സെറ്റാണ്. ഇപ്പോൾ സൊല്യൂഷൻ നമ്മൾ ഓരോന്നും സെലക്റ്റഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ആ ടേബിൾ ചെയ്താറുണ്ട്. സോ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് പോകും. ഓക്കെ. സോ ആ വെർട്ടെക്സിനെ നമ്മൾ റിലാക്സ് ചെയ്യും. ഏതാണ് സെലക്ട് ചെയ്യുന്നതിന് ആ വെർട്ടെക്സ് ചെയ്യുന്ന എല്ലാ ഔട്ട് ഗോയിങ് എഡ്ജസിൻ്റെ എല്ലാം റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ. സോ ഇതാണ് നമ്മൾ റിപ്പീറ്റഡ്ലി ആ ഒരു അൽഗോരിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ്. സോ ഇറ്റ് യൂസസ് മിൻ പ്രയോറിറ്റി ക്യൂ ഓഫ് വെർട്ടീസസ് ആണ്. സോ ഇവിടെ നമ്മൾ ഒരു മിൻ പ്രയോറിറ്റി ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. കീഡ് ബൈ ദയർ ഡിസ്റ്റൻസ് വാല്യൂസ് ആണ്. ഡി വാല്യൂസ് മീൻസ് ഡിസ്റ്റൻസ് വാല്യൂസ്. സോ ഇതിനകത്ത് നമ്മൾ ആ ടേബിൾ എന്ന് പറയുന്നത് ഒരു ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതിനകത്ത് ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് അറേ. അപ്പോൾ അതിനകത്ത് അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എക്സ്ട്രാക്ട് ചെയ്യണത് എന്തായിരിക്കും, ആ ക്യൂവിനകത്ത് മിനിമം ഡിസ്റ്റൻസ് വരുന്ന വെർട്ടെക്സ് ആണ് എക്സ്ട്രാക്ട് ചെയ്യുക. അത് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട് ഗോയിങ് എഡ്ജസ് എല്ലാം റിലാക്സ് ചെയ്യും. ഇതാണ് ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൽ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് അൽഗോരിതം നോക്കാം. സോ സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ് ഡിക്സ്ട്രാസ് അൽഗോരിതം. സോ ഗ്രാഫിലേക്ക് നമ്മൾ ഒരു ഡിക്സ്ട്രാസ് അൽഗോരിതത്തിലേക്ക് ഇൻപുട്സ് ആയിട്ട് ഗ്രാഫ് കൊടുക്കും. അതിൻ്റെ വെയ്റ്റ്, ഗ്രാഫിൻ്റെ വെയ്റ്റ് വാല്യൂസ്, എല്ലാ എഡ്ജസിൻ്റെ വെയ്റ്റ്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഇത്രയാണ് നമ്മൾ ഡിക്സ്ട്രാസ് അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടാവും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യലൈസ് സിംഗിൾ സോഴ്സ് ആണ്. സോ ഇനീഷ്യലൈസ് സിംഗിൾ സോഴ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാറ് എന്താണ്, ഇനീഷ്യലൈസ് ആ ഒരു മെത്തേഡ് നോക്കാം. ഇനീഷ്യലൈസിൽ നമ്മൾ എന്താ ചെയ്യാം, സോഴ്സ് വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ബാക്കി അതർ വെർട്ടെക്സ്, ഫോർ ഓൾ അതർ വെർട്ടെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അതിൻ്റെ പ്രിഡിസസർ നില്ലാക്കിയിട്ട് വയ്ക്കും. നമ്മൾ ഓൾറെഡി ആ പ്രീവിയസ് പ്രോബ്ലം ചെയ്തവരാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് എല്ലാ സോഴ്സ് വെർട്ടെക്സ് 0ഉം ബാക്കി എല്ലാ വെർട്ടെക്സും ഇൻഫിനിറ്റി സെറ്റ് ചെയ്യാറുണ്ട്. പ്രിഡിസസർ ടേബിൾ ഫുള്ള് നില്ല് സെറ്റ് ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾ ചെയ്തിട്ട് വരാണെങ്കിൽ പെട്ടെന്ന് അൽഗോരിതം മനസ്സിലാവും. ഓക്കെ. ആ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് വരാണെങ്കിൽ അൽഗോരിതം പെട്ടെന്ന് സ്റ്റെപ്സ് ക്ലിയർ ആവും. സോ അതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇതാണ് എസ് എന്നുള്ളത് സൊല്യൂഷൻ സെറ്റ് ആണ്. സൊല്യൂഷൻ സെറ്റ് ഇനീഷ്യലി എം ടി ആണ്. ദെൻ നമ്മളൊരു ക്യൂ ഡാറ്റ സ്ട്രക്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു, മിൻ പ്രയോറിറ്റി ക്യൂ. സോ അതിലേക്ക് നമ്മൾ വെർട്ടെക്സിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. സോ ഇനീഷ്യലി നമ്മുടെ ആ ഡിസ്റ്റൻസ് സോഴ്സ് വെർട്ടെക്സിൻ്റെ 0, ബാക്കി എല്ലാ വെർട്ടെക്സും എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. While Q is not empty,
എന്താ ചെയ്യാം, വി ഹാവ് ടു എക്സ്ട്രാക്ട് ദ മിനിമം ക്യൂവിൻ്റെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് വരുന്ന വെർട്ടെക്സിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും. ആ വെർട്ടെക്സിനെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. ഫോർ ഈച്ച് വെർട്ടെക്സ് അഡ്ജസൻറ്റ് ഓഫ് യു അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട് ഗോയിങ് എഡ്ജസ് എല്ലാം റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിലാക്സ് എന്താണ്, ഒരു എഡ്ജിനെ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യും. സോ നമുക്കൊരു ലെസർ വാല്യൂ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് വി എന്ന് പറയുന്നതും അതിൻ്റെ പ്രിഡിസസറും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് വി എന്ന് പറയുന്നത് പുതിയ ഡിസ്റ്റൻസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ പ്രിഡിസസറും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിലാക്സ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഒരു യു എന്നുള്ള വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം, വി എന്നുള്ള വേറൊരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. സോ സപ്പോസ് ഡിസ്റ്റൻസ് ടു യു എന്ന് പറയുന്നത് 15 ആണെന്ന് വയ്ക്കാം, ഡിസ്റ്റൻസ് ടു വി എന്ന് പറയുന്നത് 10 ആണെന്ന് വയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 20 എടുക്കാം. ഓക്കെ, 20 എന്ന് എടുക്കാം. ദെൻ ഇൻ ബിറ്റ്വീൻ എഡ്ജ് വെയിറ്റ് സപ്പോസ് അസ്യൂം ചെയ്യുക 10 ആണെന്ന് വയ്ക്കാം. ഓക്കെ, സോ ഈ ഒരു എഡ്ജിൽ നമ്മൾ എഡ്ജസ് റിലാക്സ് ചെയ്യാണ് ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടാവാം. എക്സാക്ട്ലി എല്ലാ എഡ്ജസും ഒരു പ്രാവശ്യം റിലാക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിലാക്സ് പ്രൊസീജിയർ ഈ ഒരു എഡ്ജിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് യു പ്ലസ് കറസ്പോണ്ടിങ് എഡ്ജിൻ്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയാണ്, 15 പ്ലസ് എഡ്ജിൻ്റെ വെയിറ്റ് 10 ആണ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് വി. ഓക്കെ, വിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയാണ്, ആക്ച്വലി 20 ആണ്. ഓക്കെ, 20നേക്കാളും ലെസർ ആണെങ്കിൽ വി ഹാവ് ടു അപ്ഡേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് പ്രിഡിസസർ. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 25 ലെസ് ദാൻ 20 അല്ല. സോ ഇപ്പോൾ നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. സപ്പോസ് വേറൊരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക, യു എന്ന് വിയിലേക്ക് വേറൊരു എഡ്ജ് ഉണ്ടെന്ന് വയ്ക്കാം. സോ ഡിസ്റ്റൻസ് ടു യു എന്ന് പറയുന്നത് സപ്പോസ് 10 ആണെന്ന് എടുക്കാം, എഡ്ജ് വെയിറ്റ് 2 ആണെന്ന് അസ്യൂം ചെയ്യാം, ഡിസ്റ്റൻസ് ടു വി എന്നുള്ളത് 15 ആണെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ടു യു പ്ലസ് എഡ്ജ് വെയിറ്റ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ടു വി ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 10 പ്ലസ് 2 ലെസ് ദാൻ 15. സോ 12 ലെസ് ദാൻ 15. സോ കണ്ടീഷൻ ട്രൂ ആണ്. സോ നമ്മൾ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് 15 ആയിരുന്നു, അതിനേക്കാൾ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അവൈലബിൾ ആണ്. സോ ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് വി എന്ന് പറയുന്നത് 12 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ പ്രിഡിസസർ വി എന്നുള്ള നോഡിൻ്റെ പ്രിഡിസസർ ഇപ്പോൾ ആരാണ്, യു ആണ്. സോ അത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതാണ് റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എക്സാക്ട്ലി ഈ ഒരു ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൽ എല്ലാ എഡ്ജും നമ്മൾ ഒരു പ്രാവശ്യം റിലാക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് അൽഗോരിതം ഒന്നുകൂടി നോക്കാം. സോ ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. സോ സോഴ്സ് വെർട്ടെക്സ് 0, ബാക്കിയുള്ള വെർട്ടെക്സ് ഇൻഫിനിറ്റ് ആയിട്ട് ആ ഡിസ്റ്റൻസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ദെൻ സൊല്യൂഷൻ സെറ്റ് ഇനീഷ്യലൈസ് ചെയ്യുക നൾ സെറ്റായിട്ട്. ക്യൂ എന്നുള്ള മിനിമം പ്രയോറിറ്റി ക്യൂവിൽ വെർട്ടെക്സ് സെറ്റ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. വൈൽ ക്യൂ ഈസ് നോട്ട് എംപ്റ്റി, ഓരോ എലമെൻറ്റ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് വരുന്ന വെർട്ടെക്സ് സെലക്ട് ചെയ്യാണ്, അത് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ആ വെർട്ടെക്സിന് അഡ്ജസൻ്റ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് എഡ്ജസ് എല്ലാം റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിക്സ്ട്രാസ് അൽഗോരിതം. ഇതിനകത്ത് ഈ നമ്മൾ റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാ എഡ്ജിലും എക്സാക്ട്ലി വൺസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.